ഇന്നത്തെ നമ്മുടെ അതിഥി അസ്ഹർ ബിൻ അബ്ദുൾ റസാഖ് ചാലിശ്ശേരി. അദ്ദേഹം റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അസോസിയേറ്റ് ആയിട്ട് ജോലി ചെയ്യുന്നു. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അസ്ഹർ സാർ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്ഹർ ബിൻ അബ്ദുൾ റസാഖ്, താങ്കൾക്ക് ഞങ്ങൾ പറയുന്നതിനേക്കാൾ നല്ലത് ശ്രോതാക്കൾക്ക് വേണ്ടി താങ്കളെ ഒന്ന് സ്വയം പരിചയപ്പെടുത്താൻ നന്നായിരിക്കും. ചാലിശ്ശേരിയിലാണ് സ്വദേശം. പാലക്കാട് ജില്ലയുടെ അങ്ങേയറ്റാണ്. പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ 3 ജില്ലകളുടെയും ഒരു ബോർഡർ പ്രദേശമാണ്. ഓക്കെ. ഞാൻ സാധാരണ എല്ലായിടത്തും പരിചയപ്പെടുത്തുമ്പോൾ പറയാനുണ്ട്, വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലേക്ക് എത്തും. ഒരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലേക്ക്. പാലക്കാട് ജില്ലയാണ്. അപ്പോൾ 5 മിനിറ്റ് നടന്നാൽ മലപ്പുറത്ത്. അതെ, മലപ്പുറം ജില്ലയിലേക്ക് എത്താം. അത്ര അടുത്താണ് 2 അതിർത്തികളും ഉള്ളത്, പാലക്കാടും തൃശ്ശൂർ. പാലക്കാട്, തൃശ്ശൂരും മലപ്പുറം. ഓക്കെ. വീട്ടിൽ ഞങ്ങൾ വലിയൊരു കുടുംബമാണ്. എല്ലാവരും ഒരുമിച്ച് തന്നെയാണ്. ഇപ്പം ഞങ്ങൾ 4 മക്കളാണ്. 10-16 ആളുകൾ ഉള്ള ഒരു വീടാണ്. അൽഹംദുലില്ലാഹ്. ഇപ്പോൾ താൽക്കാലിക ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ജോലി ആ പ്രദേശത്താണ് ഇപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കൾ 2 പേരാണ്. അൽഹംദുലില്ലാഹ്. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ഏകദേശം എത്ര വർഷമായി ഈ ഒരു ജോലിയിലേക്ക്? ഞാനിപ്പോൾ നിലവിൽ തുറന്നുകൊണ്ടിരിക്കുന്ന ജോലി 2 വർഷത്തോളമായിട്ട് ഈ ഒരു കമ്പനിയിലാണ് ഉള്ളത്. ഈ കമ്പനി കേരളത്തിലെ തന്നെ ഏറ്റവും ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ളൊരു വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽസ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അസോസിയേറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോലിയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പ്രൊഡക്ട്സ്, മെറ്റീരിയൽസ്, ഇതിൻ്റെ ഒരു നമ്മുടെ മാർക്കറ്റിൻ്റെ ഒരു ആവശ്യകതകൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പുതിയ മെറ്റീരിയലുകൾ ഡെവലപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ പ്രോബ്ലംസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിനുള്ള സൊല്യൂഷൻസ്. ഇപ്പോൾ വാട്ടർ പ്രൂഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഒരു വീട് എന്ന് പറഞ്ഞത് എല്ലാവരുടെയും ഭയങ്കര ഒരു സ്വപ്നമാണ്. അത് വലിയൊരു സ്വപ്നമാണ്. അതിനുവേണ്ടിയാണ് കുറേ ആളുകൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നത്, സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത്. അപ്പം ഇന്ന് കൺസ്ട്രക്ഷനിൽ വീടായാലും ഏത് ബിൽഡിങ്ങുകളൊക്കെ നമ്മൾ ഉണ്ടാക്കിയൊരു വീടിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് എന്നുള്ള രൂപത്തിലല്ല. കാരണം നമ്മൾ ഫൈറോസിനെ കുറിച്ചൊരു കഴിഞ്ഞ ഒരു സമകാലികത്തിൽ അഭിമുഖം നടന്നു. അപ്പോൾ അത് കേട്ട പല ശ്രോതാക്കളും വീട് എന്നുള്ള സ്വപ്നം അത് തയ്യാറായി നിൽക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ പറഞ്ഞാൽ ഒരു വലിയൊരു പാഠം അല്ലെങ്കിൽ ഒരു പിന്നെ എന്താ പറയുക, അതിനൊരു റൂട്ട് കിട്ടിയെന്ന് പറഞ്ഞ് ഒരുപാട് ഫീഡ്ബാക്ക്. കാരണം അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കുകൾ എങ്ങനെയായിരിക്കണം, തിരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെയായിരിക്കണം. പക്ഷേ ഇതല്ല അതിൻ്റെ വേറൊരു ഏരിയയാണ്. ശരിക്കും കൺസ്ട്രക്ഷൻ്റെ തുടക്കം മുതൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ഈ വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, വീടൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് വിളിച്ചിരുന്നു വയനാട്ടിൽ നിന്ന്. അവർ വീട് താമസിച്ചിട്ട് 2 മാസമേ ആയുള്ളൂ. അപ്പോൾ 2 മാസം കഴിഞ്ഞപ്പോഴേക്കും ചോർച്ച തുടങ്ങി. ശക്തമായ മഴ. ചോർച്ച താമസിക്കാൻ തുടങ്ങിയതിന് ശേഷം അല്ല, അതിന് മുമ്പ് എന്തായാലും ഇങ്ങനെ ഒരാളെ കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കായിരുന്നു. കാരണം ഈ ഒരു വിഷയമായി വീട് ഇപ്പം പറഞ്ഞ പോലെ വീടൊരു സ്വപ്നം തന്നെയാണ്. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് അധ്വാനങ്ങളോ അല്ലെങ്കിൽ വലിയൊരു ശ്രദ്ധയൊന്നും വീടുണ്ടാക്കുന്നതിനെ കുറിച്ചുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരാൾക്ക് വീടുണ്ടാക്കുമ്പോൾ തന്നെ അതിൻ്റെ രൂപം എങ്ങനെ ആയിരിക്കണം, മക്കളായിട്ട് പ്ലാൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ഇന്നടത്ത് സിറ്റ് ഔട്ട് വേണം, ഇന്നടത്ത് പിന്നെ കോറിഡോർ വേണം, ആ രൂപത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷമാണ് നമ്മൾ വീട്ടിൻ്റെ പ്ലാനൊക്കെ ക്ലിയർ ആയിട്ടാണ് കയറുന്നത്. അതിൻ്റെ അസലി ക്ലിയർ ആക്കാൻ വേണ്ടി നിൽക്കുന്നത്. പക്ഷേ അപ്പം തന്നെ ഇതെല്ലാം കയറി പിന്നെ വാർപ്പെല്ലാം കഴിഞ്ഞ് നമ്മളതിൻ്റെ തട്ടൊക്കെ എടുത്ത് 1 മാസത്തിൻ്റെ ഉള്ളിൽ ഇത് താമസിക്കാൻ 2 മാസമായിട്ടുള്ള താമസിക്കാൻ തുടങ്ങിയ മുമ്പേ ചോർച്ച കാണാൻ വലിയൊരു പ്രയാസമാണ്, ടെൻഷനാണ്. ഇതിലിപ്പോൾ പ്രധാനപ്പെട്ട സംഗതി വെച്ചാൽ കൺസ്ട്രക്ഷനിലുള്ള കുറേ പ്രാക്ടീസുകളിലുള്ള പ്രശ്നങ്ങളുണ്ട്. മെറ്റീരിയലിന്റെ ക്വാളിറ്റി കുറഞ്ഞതിന്റെ ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ പഴയ പോലെ നമ്മൾ മുമ്പേ ഈ പുഴമണലാണല്ലോ ഈ കോൺക്രീറ്റിനും മറ്റൊക്കെ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതിനൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പുഴമണൽ ഈ വെള്ള അല്ലെങ്കിൽ ഒരു ഓഫ് വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ ഈ കോൺക്രീറ്റിന്റെ മിക്സിൽ എന്ത് ചെയ്യും, ഈ സിമെന്റ് ഇത്തിരി കുറഞ്ഞു കഴിഞ്ഞാലൊക്കെ കളറിലുള്ള വ്യത്യാസം എടുത്ത് കാണിക്കും. ഇപ്പൊ എംസാൻഡ് ആണ്, എംസാൻഡ് ഗ്രേ കളർ ആയതുകൊണ്ട് അതെ സിമെന്റിന്റെ മിക്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് അതിനൊരു നോക്കിയിട്ടുള്ളൊരു മനസ്സിലാക്കാൻ കഴിയും, അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പിന്നെ ബോധപൂർവമോ അല്ലെങ്കിൽ അബദ്ധത്തിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതൊക്കെ ശരിക്ക് കൺസ്ട്രക്ഷൻ്റെ ക്വാളിറ്റിയെ ശരിക്കും ബാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ഈ വലിയ സ്വപ്നമായിട്ട് പണിത വീടുകൾ ഇങ്ങനെ ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ ഒരു താമസയോഗ്യമല്ലാത്ത രൂപത്തിലേക്ക് ഭയങ്കരമായൊരു പ്രശ്നമാണത് ശരിക്ക് ഈ ഇതുണ്ടാക്കിയ ആളുകൾ, അതിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം.
അപ്പോൾ അവിടെ ഒരു വലിയ സൊല്യൂഷൻ ഇപ്പൊ ഈ വയനാട്ടിലത്തെ അനുഭവം പറഞ്ഞില്ല. പിന്നെ അവർ ബന്ധപ്പെട്ടത് അതിനൊരു സൊല്യൂഷൻ എന്നുള്ള നിലക്കാണ്. ഒരു ഭയങ്കര സങ്കടത്തിലാണ് പറഞ്ഞത്. കാരണം 2 മാസം ആകുമ്പോഴേക്കും ഒരു റിപ്പയർ വർക്കിലേക്ക് പോയി കുറേ കാലം ഉപയോഗിച്ചൊരു സാധനം കേടുവരുമ്പോൾ അതിൻ്റെ റിപ്പയറിന് പോകുക എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് 2 മാസമായപ്പോഴും അതും ഇത്രയും പൈസ ചിലവാക്കി ഉണ്ടാക്കുന്ന വീട് അല്ലെങ്കിൽ മറ്റ് കെട്ടിടങ്ങൾ അതിന് റിപ്പയർ വർക്കിലേക്ക് പോകേണ്ടി വരുമ്പോഴുള്ള മാനസികാവസ്ഥ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു സൊല്യൂഷൻ പ്രൊവൈഡർ ആയിട്ടാണ് ഈ ഒരു സെക്ടറിലുള്ള കമ്പനികൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു വലിയ പിന്നെ പ്രശ്നത്തിനൊരു പരിഹാരം കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളൊരു മാനസിക സംതൃപ്തി കൂടി നമുക്കുണ്ട്. അതുപോലെ തന്നെ സ്വപ്നമായി പണിയുന്ന ഇത്തരം ഭവനങ്ങളും കെട്ടിടങ്ങളൊക്കെ അതിനൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ എന്നുള്ള ഒരു രൂപത്തിൽ കൂടി ആണ് നമ്മുടെ സേവനങ്ങൾ വരുന്നത്. തീർച്ചയായിട്ടും. പിന്നെ ഇവിടെ ഈ ഒരു കരിയർ നിങ്ങൾ പറഞ്ഞ് തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ പറഞ്ഞ് കേട്ടപ്പോഴാണ് മിക്കവാറും ഇങ്ങനൊരു കരിയർ കൂടെ ഉണ്ട് എന്ന് മനസ്സിലായത്. മിക്കവാറും ആളുകൾക്ക് അതെന്തില്ല, ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡ് ആണെങ്കിൽ അതിൻ്റെതായ കുറേ ഏരിയകളുണ്ട്. പിന്നെ അതിനപ്പുറത്ത് ഒരു പുതിയ സംഭവം നമ്മൾ ചോർച്ചകൾ പരിഹരിക്കാമെന്നൊരു ബോർഡ് നമ്മൾ കാണുന്നുണ്ട്. അതിനപ്പുറം എന്താണ് ഇതിൻ്റെ കോഴ്സ്, ഇതിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം, അല്ലെങ്കിൽ ഇനി ആ താല്പര്യമുള്ള ആളുകൾക്ക് ഇതിലെത്താനുള്ള ഒരു മാർഗം? തീർച്ചയായും. അതിൽ പിന്നെ ഞാനിപ്പോൾ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അതിൽ പോളിമേഴ്സാണ് ഇതിലിപ്പോൾ ഈ കോട്ടിങ്സും മറ്റൊക്കെ വരുന്നത്. ഇപ്പോൾ വാട്ടർ പ്രൂഫിങ് കോട്ടിങ്ങൾ, റൂഫിൻ്റെ മുകളിലൊക്കെ നമ്മൾ കൊടുക്കുന്ന കോട്ടിങ്ങൾ, അതേപോലെ തന്നെ ഫൗണ്ടേഷൻ മുതൽ തന്നെ ഇത്തരത്തിലുള്ള കോട്ടിങ്ങുകളും മറ്റ് ട്രീറ്റ്മെൻറ്റുകളൊക്കെ വരുന്നുണ്ട്. അതിലൊക്കെ മെയിനായിട്ട് വരുന്നത് ഈ പോളിമർ മെറ്റീരിയലുകളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു കോഴ്സാണ് ഞാൻ ചെയ്തത്. ഈ വാട്ടർ പ്രൂഫിംഗ് എന്നുള്ള മാത്രമായിട്ടുള്ളൊരു കോഴ്സല്ല, എന്നാൽ അതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പോളിമർ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയും. അതിൻ്റെ ബാച്ചിലേഴ്സും അതുപോലെ തന്നെ മാസ്റ്റേഴ്സും ബിടെക് എംടെക് കോഴ്സുകളാണ് ഞാൻ ചെയ്തത്. ബിടെക് എറണാകുളത്ത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ക്യാമ്പസിലായിരുന്നു. അതുപോലെ തന്നെ എംടെക് അതിനുശേഷം ഗേറ്റ് എക്സാം എഴുതിയിട്ട് IIT ഡൽഹിയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലാണ് എംടെക് കംപ്ലീറ്റ് ചെയ്തത്. അത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു പുതിയ തലമുറക്ക് നമ്മുടെ കുട്ടികൾക്കൊക്കെ പിന്നെ ഉപകാരപ്പെടാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ കൂടി അതിൽ കൂട്ടിച്ചേർക്കാൻ തോന്നുന്നു. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ഈ കോഴ്സ്, ഇപ്പോഴത്തെ കോഴ്സ് വർക്കിൻ്റെ ഫീസ് സ്ട്രക്ചറുകളാണ് ഭയങ്കരമായിട്ടൊരു സാധാരണക്കാരന് താങ്ങാൻ പറ്റാത്ത രൂപത്തിലുള്ള, പ്രത്യേകിച്ച് മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് തന്നെ കിട്ടണമെങ്കിൽ ഭയങ്കര ലക്ഷങ്ങൾ ചിലവ് വരുന്ന സംഗതിയാണ്. എന്നാൽ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആദ്യം ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്ന ഒരു ഏരിയ ഈ ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ, അതുപോലെ തന്നെ ഓട്ടോമൊബൈലുമായിട്ട് ഓരോ സമയത്ത് ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടാവില്ല. പിന്നെ ആ സമയത്ത് ഇങ്ങനെ ഭയങ്കര ബൂമിംഗ് ആയിട്ട് വരുന്ന ഓരോ കോഴ്സുകൾ ഉണ്ടാവും. അപ്പോൾ ആ നിലക്കും അതുപോലെ തന്നെ എനിക്കിങ്ങനെ ചെറുപ്പം മുതലേ വണ്ടികളോടൊക്കെ ഉള്ളൊരു ഇഷ്ടം, ആ നിലക്ക് ഓട്ടോമൊബൈൽ എന്നുള്ളൊരു താല്പര്യം അത് ഉണ്ടായിരുന്നു. പക്ഷേ പല എക്സാമുകളും അറ്റൻഡ് ചെയ്തിരുന്നു. മീൻസ് എൻട്രൻസ് എക്സാമുകൾ അന്ന് കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ്, അതുപോലെ തന്നെ കുസാറ്റിൻ്റെ ഈ കാറ്റ് അഡ്മിഷൻ ടെസ്റ്റ്, അങ്ങനെ പല ടെസ്റ്റുകൾ എഴുതിയിരുന്നു. അതിൽ ഓരോന്നിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയറിലേക്ക് പോയപ്പോഴാണ് ഈ ഒരു കോഴ്സ്, കുസാറ്റിൽ ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് അന്ന് കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കോഴ്സാണ്. ഇന്നും എനിക്ക് തോന്നുന്നത് വളരെ വളരെ അതെ റയർ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ഈ കുസാറ്റിലുള്ള ഈ കോഴ്സിന് തന്നെ അഡ്മിഷൻ എന്ന് പറഞ്ഞത് ഒരു വർഷം ആകെ 20 കുട്ടികളാണ് ഇൻടേക്ക് ഉള്ളത്. 20 കുട്ടികൾക്ക് അഡ്മിഷനുള്ളൂ. പിന്നെ സെക്കൻഡ് ഇയർ ആകുമ്പോൾ അതിലേക്കൊരു ലാറ്ററൽ എൻട്രി മേ ബി 2 കുട്ടികളൊക്കെ ചിലപ്പോൾ വന്നു വരും. ഒരു ബാച്ചിൽ ഒരു 22 കുട്ടികൾ. പിന്നെ MG യൂണിവേഴ്സിറ്റി ഇതേപോലെ കുറച്ച് കോഴ്സുകൾ ഈ ഫീൽഡിൽ തന്നെ കൊടുക്കുന്നുണ്ട്, സെയിം കോഴ്സ് തന്നെ കൊടുക്കുന്നുണ്ട്. അതിലും കുറച്ചുകൂടി മൊത്തം ഒരു 100-150 കുട്ടികൾ ഒരു വർഷം ഈ കോഴ്സ് പഠിച്ച് കേരളത്തിൽ ഇറങ്ങണുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതിന് ചെറിയൊരു ഫീൽഡുമാണ്, എന്നാൽ അതുപോലെ തന്നെ നല്ല സാധ്യതകളുണ്ട്. ഒരുപാട് ജോലി സാധ്യതകളുള്ള ഒരു കോഴ്സാണ് ഈ പോളിമർ സയൻസ് ആൻഡ് ടെക്നോളജി. ഇവിടെ കുസാറ്റിലെ കോഴ്സ് പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജി ആയിരുന്നു ആ സമയത്ത്. ഞാൻ പറഞ്ഞത് അഡ്മിഷൻ കിട്ടിയപ്പോഴാണ് കുറച്ചുകൂടി അതിൻ്റെ കുറേ ബെനിഫിറ്റുകളൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ഒരു സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള ഗവൺമെൻറ് സ്പോൺസർഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണിത്. അപ്പോൾ ആ കോഴ്സിന് അന്ന് എനിക്കൊരു സെമസ്റ്ററിൻ്റെ ട്യൂഷൻ ഫീ എന്ന് പറഞ്ഞത് 4000 രൂപയാണ്. 4000 രൂപയെ ട്യൂഷൻ ഫീ ഉള്ളൂ. അതെ. അപ്പോൾ അഥവാ മറ്റുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ 10,000 അല്ലെങ്കിൽ അതിനപ്പുറം ലക്ഷം രൂപയുടെ അടുത്തേക്ക് വരെ എത്തുന്ന ഒരു കോഴ്സിന് 4000 രൂപ ആയിട്ടുള്ള എനിക്ക് ഈ പിന്നെ ഓട്ടോമൊബൈലിലും എനിക്ക് അഡ്മിഷൻ കിട്ടിയിരുന്നു. ആക്ച്വലി അന്ന് അഡ്മിഷൻ കിട്ടിയിരുന്നു അന്ന് കീമിൻ്റെ വഴി നമുക്ക് പിന്നെ കോഴിക്കോടുള്ള ഒരു സ്ഥാപനത്തിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ്. അവിടെ അഡ്മിഷൻ കിട്ടിയിരുന്നു. അതിൻ്റെ ഫീസ് സ്ട്രക്ചർ അന്ന് പിന്നെ ഗവൺമെൻറ് മാനേജ്മെൻറ്റ് സീറ്റാണ്, ഗവൺമെൻറ് സ്പോൺസേഡ് മാനേജ്മെൻറ്റ് സീറ്റുകൾ.
അന്ന് അതിന് ഒരു സെമസ്റ്ററിന് പിന്നെ അറൗണ്ട് 40,000 സംതിങ് ആണ് അന്ന് അതിന് ഉള്ളത്. അതിന്റെ 10-1 നാലായിരമായി. അതെ. പക്ഷെ അന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് പോളിമർ ടെക്നിക് കേൾക്കാത്തൊരു സാധനം ആയതുകൊണ്ട് എന്താണ് പോളിമർ 2-3 പ്രാവശ്യം ഞാൻ ഇപ്പൊ ആലോചിക്കണതേ നമ്മള് സ്കൂളിൽ പഠിച്ച സമയത്ത് ഒരു പോളിമർ എന്ന് പഠിച്ചിനി തമാശയാക്കും പോളി ഉമ്മർ. അപ്പൊ എന്താണ് ഈ പോളിമർ എന്നുള്ളത് അന്ന് സ്കൂളിൽ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച ഓർമ്മ. പോളിമർ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ക്യാരി ബാഗ്, നമ്മൾ പോളിത്തീൻ ബാഗ് എന്ന് പറയും. പോളിത്തീൻ ബാഗ് അതായത് ശരിക്കും പറയാൻ പോളി എത്തീൻ ബാഗുകളാണ്, അല്ലെങ്കിൽ പോളി എത്തിലീൻ ബാഗുകൾ എന്നാണ് അതിന് പറയാം. അപ്പോൾ ഈ എത്തീൻ അല്ലെങ്കിൽ എത്തിലീൻ എന്ന് പറഞ്ഞത് ഒരു 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 തന്മാത്രയാണ്, ഒരു മോളിക്യൂൾ എന്ന് പറയും. ആ മോളിക്യൂൾസ് 100 കണക്കിന് 1000 കണക്കിന് കൂട്ടിച്ചേർത്ത് വെച്ച വലിയൊരു മോളിക്യൂൾ, അതാണ് പോളിമർ എന്ന് പറഞ്ഞത്. മെർ എന്ന് പറഞ്ഞാൽ യൂണിറ്റ്, ഒരു ഘടകം എന്നാണ് അർത്ഥം. പോളി എന്ന് പറഞ്ഞാൽ കുറേ അധികം എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഒരു ബേസിക് യൂണിറ്റ് ഉണ്ടാകും. അങ്ങനത്തെ കുറേ സാധനം കൂട്ടിച്ചേർത്ത് വെച്ച ഒരു വലിയ സംഭവമാണ് എന്ത് ഈ പോളിമർ എന്ന് പറയുന്ന സംഭവം. സാധാരണക്കാരെ മനസ്സിലാക്കാൻ പ്ലാസ്റ്റിക്, റബ്ബർ ഇതൊക്കെ എന്താണ് പോളിമറുകളാണ് എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കാൻ. നമ്മൾ ഉപയോഗിക്കേണ്ട പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയലുകളൊക്കെ പോളിമർ കാറ്റഗറിയിലാണ് വരിക. അതിൽ നമ്മുടെ ജീവിതമായിട്ടൊക്കെ ഏറെ ചേർന്ന് നിൽക്കുന്ന ഒരു സാധനം കൂടി ആണിത്. പ്ലാസ്റ്റിക് എന്നല്ല, പോളിമർ മൊത്തത്തിൽ. പ്ലാസ്റ്റിക് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു മലിനീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഏറ്റവും ഫ്രണ്ടിൽ വരാതാ പ്ലാസ്റ്റിക് മലിനീകരണം എന്നുള്ളത്. അതിനെക്കുറിച്ച് എന്തായാലും ഒരു സംവാദം അതായത് ആഡ് ചെയ്യേണ്ട കാര്യം മുൻകൂട്ടി പറയാനുള്ളത്, ഇപ്പൊ നമ്മള് പ്ലാസ്റ്റിക് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ പറയാറുള്ളത്. അതിൽ ഈ പോളിമർ പിന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള വസ്തുക്കൾ ഉപയോഗിക്കാന്ന് പറയാൻ പറ്റും. അതായത് ശരിക്കും റബ്ബറൊക്കെ ഇത് ഒഴിവാക്കിയിട്ട് ഒരു ജീവിതം നമുക്ക് സാധ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ല, അതിപ്പം കൂട്ടത്തിലെ ഒരു കാര്യം പറയട്ടെ, പിന്നെ പ്ലാസ്റ്റിക് കവറുകൾ നിരോധിക്കുക. നമ്മൾ ചെല്ലുന്നിടത്തുണ്ടാവും. അപ്പോൾ ഈ സിഗരറ്റിന്റെ പുറത്തൊക്കെ അതൊരു വാണിംഗ് ആയിട്ട് എഴുതി വെക്കാൻ മാത്രമുള്ള സംഭവമായി. ഞാൻ ശരിക്കും പറയില്ലേ, ഇപ്പൊ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പോയിട്ട് അവിടെ ഇതേപോലെ ഒരു സ്റ്റോറാണ്, ഒരു സ്റ്റേഷനറി സ്റ്റോറാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു A4 ഷീറ്റിൽ പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഇവിടെ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും മറ്റൊന്നും എന്ത് ചെയ്യണില്ല, വിൽക്കില്ലാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ A4 ഷീറ്റ് മഴക്കുള്ള സമയമാണല്ലോ, നനഞ്ഞാൽ പറ്റില്ല. അപ്പൊ അതൊരു പ്ലാസ്റ്റിക്കിന്റെ കവറിലിട്ടിട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പൊ അത് ശരിക്കും ഒരു വിരോധാഭാസമാണ്. പ്ലാസ്റ്റിക് പാടില്ല എന്ന് പറഞ്ഞിട്ട് അതൊരു പ്ലാസ്റ്റിക് കവറിന്റെ ഉള്ളിൽ ഇട്ടിട്ടാണ് എന്ത് ഡിസ്പ്ലേ ചെയ്യണമെന്നുള്ളത്. ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോ രാവിലെ ഉണർന്ന് എണീറ്റ് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഒരു പക്ഷേ ടച്ച് ചെയ്യുന്ന സാധനം എന്താണ്? ബ്രഷാണ്. ബ്രഷിന്റെ അതിന്റെ ഹാൻഡിലും അതിന്റെ ബ്രിസിൽസും ഒക്കെ പ്ലാസ്റ്റിക് ആണ്. നമ്മുടെ പേന വരെ ഈ വിശാലാർത്ഥത്തിൽ പറയാം. പോളിമർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുതക്കുന്ന പുതപ്പ്, നമ്മൾ കിടക്കുന്ന ബെഡ്, മാട്രസ്, കട്ടില് പോളിമറാണ് ശരിക്കും. കട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലുലോസാണ്. സെല്ലുലോസ് മരം എന്ന് പറഞ്ഞാൽ സെല്ലുലോസാണ്, അത് പോളിമറാണ്. നമ്മുടെ ശരീരം പോളിമറാണ്. നമ്മുടെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീനാണല്ലോ, പ്രോട്ടീനാണ് നമ്മുടെ മാംസമൊക്കെ. അത് ശരിക്കും പോളി അമിനോ ആസിഡാണ്, പോളിമറാണ്. അപ്പോൾ ശരീരം മൊത്തം പോളിമറാണ്. പിന്നെ ഈ പ്ലാസ്റ്റിക്കിലാണ് ഇതിന് മെയിനായിട്ട് ഈ ഇഷ്യൂ വരുന്നത്, ഈ മലിനീകരണവുമായി ബന്ധപ്പെട്ടൊക്കെ. അതിൽ ഞാനിങ്ങനെ പഠിക്കുന്ന സമയം മുതൽ തന്നെ നമ്മൾ കേൾക്കുന്ന ഒരു സ്ലോഗൻ ഉണ്ട്. അത് എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്സ് ഡു നോട്ട് ലിറ്റർ, പീപ്പിൾ ഡു എന്നാണ്. അതായത് മലിനീകരണം ഉണ്ടാക്കുന്നത് പ്ലാസ്റ്റിക് അല്ല, മനുഷ്യന്മാരാണ്. മനുഷ്യന്മാരാണ് എന്ത് ചെയ്യുന്നത്, മലിനീകരണം ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് ഇല്ലാത്തൊരു യുഗത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ സാധ്യമല്ല. കാരണം പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞത് ഭയങ്കരമായൊരു വിപ്ലവമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു കാറ് ഉണ്ടാക്കുകയാണ്, അത് പൂർണ്ണമായും മെറ്റൽ ബോഡിയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി, മൈലേജ് നമ്മൾ പറഞ്ഞ സാധനം വളരെ കുറവായിരിക്കും. 1 ലിറ്റർ കൊണ്ട് ചിലപ്പോൾ 1 കിലോമീറ്റർ ഓടാൻ പറ്റുന്നുണ്ടാവും. എക്സ്പെൻസും അത് വെയിറ്റ് ഭയങ്കര ഗണ്യമായിട്ട് കുറക്കാൻ പ്ലാസ്റ്റിക് കോമ്പോസിറ്റ് പറ്റും. ഈ വെയിറ്റ് കുറയുമ്പോഴാണ് ഫ്യൂൽ എഫിഷ്യൻസി കൂടുക. അത് നല്ല മൈലേജുള്ള കാറാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയും ഭയങ്കര മൈലേജ് ഒക്കെയാണ്, പക്ഷെ സേഫ്റ്റി കുറവാണ് സംശയം. കാരണം അത് ഇടിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് പല കമ്പനിയും നമുക്ക് വേണമെങ്കിൽ പറയാം, പക്ഷേ പറയണ്ട. അപ്പോൾ അത് ഈ സംഗതിയാണ് ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞ സാധനമാണത്. അപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ കടന്ന് വരവ് അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ കുറേ സംഗതി വെയിറ്റ് കുറക്കുക, നമുക്കൊരു സാധനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നിടത്തും അത് എന്നാൽ നല്ല ടഫായിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ആ നിലക്ക് നല്ല ഭയങ്കര വിപ്ലവമാണ് പ്ലാസ്റ്റിക് കൊണ്ടുവന്നുള്ളത്. അത് ഇല്ലാത്തൊരു യുഗത്തിലേക്ക് നമ്മൾ പോകുന്ന ശരിക്കും. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറൊക്കെ മാറ്റി വെച്ച്
വെച്ചിട്ട് ടൈപ്പ് റൈറ്ററിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നടക്കാത്തൊരു സംഗതിയാണല്ലോ. ഒരു തിരിച്ചുപോക്കില്ലാത്ത വിധം പ്ലാസ്റ്റിക് നമ്മുടെ ജീവിതത്തിൽ അത്രയും വലിയ സ്വാധീനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മൾ ഉപയോഗിക്കുന്നിടത്ത് ചില ഹിക്മത്ത് പ്രയോഗിക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യേണ്ടത്. ഉപയോഗിക്കുന്നിടത്ത് മാത്രമല്ല ഡിസ്പോസ് ചെയ്യുന്നിടത്തും. ഞാൻ എപ്പോഴും എൻ്റെ സുഹൃത്തുക്കളോടും മറ്റൊക്കെ പറയുന്നുണ്ട്, നമ്മളൊരു ഒരു മിഠായി വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കവർ എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം. അതൊരു ശരിക്കും ഒരു മാലിന്യമായിട്ട് പോകുകയാണത്. അത് പലരും എന്താ വെച്ചാൽ വളരെ അശ്രദ്ധമായിട്ട് ബസ്സിലൊക്കെ ഇരുന്നിട്ട് എന്ത് ചെയ്യും, ഇത് പൊട്ടിച്ച് പുറത്ത് കണ്ടിടും, അല്ലെങ്കിൽ റോഡ് സൈഡിൽ അവിടെ ഇട്ടിട്ട് പോകും. അപ്പോൾ ചെറുപ്പം മുതൽ തന്നെ നമ്മുടെ കുട്ടികളെ മുതൽ ശീലിപ്പിക്കേണ്ട ഒരു സാധനമാണ്. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മാലിന്യം, നമ്മൾ മൂലം ഈ ഇവിടെ ഉണ്ടാക്കപ്പെടുന്ന ഒരു മാലിന്യം അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക. ചിലതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പറഞ്ഞു വന്നതേ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്ന് പറയുന്ന വാക്ക് ശരിയാണ് തീർച്ചയായും. അത് ഏതിലുണ്ട്. ഇനി ചിലപ്പോൾ എന്താ പറയുക, ചില ആളുകൾ ഈ പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതൊരു മാലിന്യമല്ല എന്നൊരു സന്ദേശമാണോ കൊടുക്കുന്നത് തോന്നരുത്. അല്ല, ഒരിക്കലും അല്ല. അത് കുറക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞ പോലെ റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നൊക്കെ ആ ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ്. ഞാൻ ഇന്നലെ ഉദാഹരണം പറയണേ, ഇന്നലെ ഞാൻ വെള്ളിയാഴ്ചയാണല്ലോ, പിന്നെ ചിക്കൻ വാങ്ങാൻ പോയി, കടയിൽ പോയി. അപ്പോൾ ഒരു ചിക്കൻ അവരെടുത്ത് തൂക്കി കവറിലിട്ട് വന്ന്, എനിക്കെന്താ ഇതിന് പുറമെ വേറെ കവറിട്ട് വന്ന്. ഞാൻ പറഞ്ഞു അത് വേണ്ട, ഒന്ന് മതി, നമുക്കൊന്ന് മതി, പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഒന്നുകൊണ്ട് കൊണ്ടുപോകാൻ കഴിയും. ഇല്ലാക്കാൻ പറ്റൂല. ചിക്കൻ ഇപ്പോൾ ഒരു ന്യൂസ് പേപ്പറിൽ പോയി ചെന്നാൽ വീട്ടത്ത് പോയി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ രണ്ടാമത്തെ കവർ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കവർ മതി. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗം കുറക്കാൻ പറ്റും പ്ലാസ്റ്റിക്. പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ ഒരു സാമൂഹിക പ്രതിബദ്ധത എന്നുള്ളത് ഭയങ്കര വിഷയമാണ്. അത് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നിടത്ത് മാത്രമല്ല, എന്ത് കാര്യത്തിലും നമ്മളൊരു ആ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് നമുക്ക് ഉണ്ടാകണം. അപ്പോൾ അത് കുറച്ചൊരു ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ പിന്നെ ഒരു സയൻറ്റിഫിക് റീസണിങ് ഉണ്ടാകണം. ഇത് ഉപയോഗിക്കുന്നിടത്ത് ശാസ്ത്രീയമായിട്ട് ഇതിൻ്റെ ഒരു ഡിസ്പോസലും കാര്യങ്ങളൊക്കെ അത് നമ്മൾ ഉപയോഗിക്കുന്ന ആളുകൾ എന്നുള്ളതിലേക്ക് നമ്മളെല്ലാവരും അത് ബോധവാന്മാരായിരിക്കണം. ആ ഒരു അവയർനെസ് നമ്മൾ മൊത്തത്തിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും സമൂഹത്തിന് മൊത്തം പകർന്നു കൊടുക്കാനും ശ്രദ്ധിക്കണം. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ, ഒരു കവർ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം കടയിൽ പോയിട്ട് പുതിയൊരു കവർ വാങ്ങിക്കൊണ്ടേണ്ട ആവശ്യമില്ല. പിന്നെ അത് ഓരോന്നും ഡിസ്പോസ് ചെയ്യുന്നിടത്ത് നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ചെയ്യും. അപ്പോൾ അത് റീയൂസ് ചെയ്യാൻ പറ്റുന്നിടത്തോളം റീയൂസ് ചെയ്യുക, റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലുകൾ റീസൈക്കിൾ ചെയ്യുക. നമ്മുടെ നാട്ടിലൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഒരു സംവിധാനങ്ങൾ, ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആയി വന്നിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കുറച്ച് ആയി വരുന്നുണ്ട്. ഗവൺമെന്റ് തലത്തിൽ തന്നെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. തമിഴ്നാട് സ്റ്റേറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ, എൻ്റെ വൈഫ് ഹൗസ് ആ ഭാഗത്താണ്, ഞാൻ ഒരു ദിവസം മീൻ വാങ്ങാൻ പോയി. അപ്പോൾ അവരെന്ത് ചെയ്ത് ഒരു ഇലയിൽ പൊഞ്ഞ മീൻ, ഞാൻ ആകെ അടങ്ങാറൊക്കെ. നമുക്ക് ഈ കവറിൽ ബൈക്കുമ്പോൾ നോക്കിയിട്ട് കൊണ്ടുപോയി പരിചയമുള്ളത് ഒരു ഇലയും പിന്നെ പേപ്പറും. അപ്പോൾ നനഞ്ഞ് അതിന് മുമ്പ് വീട്ടിൽ എത്തണം, കാരണം അല്ലെങ്കിൽ എന്ത് ചെയ്തൊക്കെ. അപ്പം തുണിസഞ്ചി ഉപയോഗിക്കുന്നുണ്ട് അവിടെ, എല്ലാ ഷോപ്പിലും തുണിസഞ്ചി ഉപയോഗിക്കുന്നുണ്ട്. ഈ തുണിസഞ്ചി എന്ന് പറഞ്ഞപ്പോൾ വേറെ കാര്യം കേട്ടോ, ഇതിൽ ചിലതൊക്കെ പിന്നെ ആളുകൾക്ക് അറിയാത്തത് കൊണ്ടാണ്. തുണിസഞ്ചി എന്ന് പറഞ്ഞിട്ട് പല ഷോപ്പുകളിലും പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പാടില്ല, അതുകൊണ്ട് തുണിസഞ്ചി പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് തുണിസഞ്ചിയിലാക്കി തരും. യഥാർത്ഥത്തിൽ ആ തുണിസഞ്ചി പ്ലാസ്റ്റിക് ആണ്. അത് എന്ന് വെച്ചാൽ നോൺ വൂവൻ ബാഗ്സ് എന്ന് പറയും. ശരിക്കും പോളി പ്രൊപ്പിലിൻ ആണ് ആ മെറ്റീരിയൽ. എന്ന് വെച്ചാൽ നമ്മുടെ ചെയറൊക്കെ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ വേറൊരു വെറൈറ്റി ആണത്. അപ്പോൾ അതിലാണ് ഇട്ടത്. അത് നമ്മൾ കത്തിച്ചു കഴിഞ്ഞാൽ ഒരു കോട്ടൺ, പിന്നെ നമ്മുടെ തുണിയൊക്കെ കത്തുന്ന പോലെ അല്ല കത്തുക, അത് ഉറ്റി വീഴാണ് ചെയ്യുക. അത് പ്ലാസ്റ്റിക് ആണ് ആക്ച്വലി. അത് ഒരു തുണി രൂപത്തിൽ അതിനെ മോൾഡ് ചെയ്ത് എടുത്തിരിക്കുന്നു എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ഇത് ശരിക്കും ആളുകൾ ഇതിൻ്റെ സംഗതി മനസ്സിലാക്കാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. പ്ലാസ്റ്റിക് നിരോധിക്കാന്ന് പറയാം, എന്നിട്ട് കണ്ടാൽ തുണി പോലെ തോന്നുന്ന ഒരു പ്ലാസ്റ്റിക്കാണ് അവിടെ. തയ്പ്പിച്ച് വരുന്ന തുണികളുണ്ട്. അതെ അതെ, അങ്ങനത്തേലേക്ക് മാറുക എന്നുള്ളത് നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ പറഞ്ഞ പോലെ നമ്മൾ ഫുള്ളായിട്ട് ഒഴിവാക്കുക എന്നുള്ളതിട്ട് പോസിബിൾ അല്ല. അപ്പോൾ ഇതിൽ പരമാവധി എന്താ പറയുക, ശാസ്ത്രീയമായിട്ട് ഇതിൻ്റെ ഉപയോഗവും അതുപോലെ തന്നെ ഇതിൻ്റെ നിർമ്മാർജ്ജനം, ഇതിൻ്റെ ഡിസ്പോസലും റീസൈക്ലിങ്ങും ഒക്കെ നമ്മളെല്ലാവരും ശീലിക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാനുള്ള. അതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഈ പോളിമർ വിഷയം അല്ലെങ്കിൽ പോളിമർ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വിഭവങ്ങൾ ഇതൊക്കെ ഒരു വലിയ ഏരിയയാണ്. അതെ അതെ. നമ്മുടെ സമയത്ത് ഇപ്പം ഒരു വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഇപ്പം നിങ്ങൾ ഈ ഒരു നിങ്ങൾ പഠിച്ച കോഴ്സും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പാഷനും ഇതുണ്ടല്ലോ, ഇതിപ്പം എങ്ങനെയാണ് നമുക്ക് ആളുകളോട് അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് രൂപത്തിലാണ് അവരുടെ ഒരു ഇതിങ്ങനെ സാധനം ഉണ്ട് എന്നുള്ളത് ജനങ്ങൾക്ക് അറിയാമെങ്കിലും ഇതും പല പ്രോഡക്റ്റുകളും അതുപോലെ തന്നെ പല പിന്നെ ഓരോ കാലത്ത് മാറി വരുന്ന ഓരോരോ സംഭവങ്ങൾ, ഇങ്ങനെ ഓരോ ഓഫറുകൾ ആളുകൾ കൊടുക്കുന്നുണ്ട്. അതിനനുസരിച്ച് ഇതും അതുതന്നെയാണോ എന്ന്, കാരണം കുറേ ആളുകൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റാത്ത പല രീതികളുണ്ട്. ഇത് ചോർച്ച
അത് ഇത് വെച്ച ഉടനെ അത് നിൽക്കും എന്ന് എങ്ങനെയാണ് അവരെ ബോധ്യപ്പെടുത്തേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടത്? ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ ഒരു അത്യാവശ്യം നല്ല പഴക്കമുള്ള വൺ ഓഫ് ദ ഓൾഡസ്റ്റ് കമ്പനിയാണ്. 26 വർഷത്തോളമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനിയുടെ പിന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പേ അപ്ലൈ ചെയ്ത നമ്മുടെ മെറ്റീരിയൽ ഇപ്പോഴും നിൽക്കുന്ന അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വൈസ് നമുക്ക് പറയാൻ പറ്റും. അത് മാത്രമല്ല ഇപ്പോൾ നമ്മുടെ ഓരോ പ്രൊഡക്ട്സും നമ്മൾ നല്ല പക്ക ടെസ്റ്റിങ്, അതിൻ്റെ ടെക്നിക്കൽ ടെസ്റ്റിങ്ങുകൾ കാര്യങ്ങളൊക്കെ ഓരോ സ്റ്റാൻഡേർഡുകളുണ്ട്. ഇതിന് ഓരോ മെറ്റീരിയലിനും ഓരോ സ്റ്റാൻഡേർഡുകളുണ്ട്. അപ്പോൾ അതിൽ ASTM എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഫോർ ടെസ്റ്റിംഗ് മെറ്റീരിയൽസ്. ഇവിടെ ചെയ്യണോ അത് അവിടെ നിന്ന്? നമ്മൾ പിന്നെ അമേരിക്കൻ സ്റ്റാൻഡേർഡാണ്, പക്ഷേ ചെയ്യണത് നമ്മൾ ഇന്ത്യയിലെ നമ്മുടെ ടെസ്റ്റിംഗ് കൗണ്ടർ പാർട്ടുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മളത് ചെയ്യണത്. അവരുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിൻ്റെ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ബ്രാൻഡിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ സ്വന്തം ബ്രാൻഡ്, നമ്മളാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. മെറ്റീരിയൽ മാനുഫാക്ചർ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. അതിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസൊക്കെ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി മെറ്റീരിയൽസാണ്. ലോകോത്തര പിന്നെ മെറ്റീരിയൽ മാനുഫാക്ചറുകൾ, റോ മെറ്റീരിയലുകൾ സപ്ലൈ ചെയ്യുന്ന അവരുമായിട്ടാണ് നമുക്ക് ടൈ അപ്പ് ഉള്ളത്. കേരളത്തിലെല്ലായിടത്തും കേരളത്തിലെല്ലായിടത്തും കേരളത്തിന് പുറത്തും ഒക്കെ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കോയമ്പത്തൂരിലായിരുന്നു. ഞങ്ങളുടെ ടീമും കോയമ്പത്തൂരിൽ അവിടെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. അവിടെ ഒരുപാട് പ്രൊഡക്ട്സ് നമുക്കുണ്ട്. ബാംഗ്ലൂരിലുണ്ട്, വേറെ പലയിടത്തുനിന്നും എൻക്വയറീസ് വരുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിൽ നമ്മളിപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ, അത് നിങ്ങൾ പിന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കും? സർവീസും കൂടി ഉണ്ട്. പലപ്പോഴും സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പല കമ്പനികളും പ്രൊഡക്ട്സ് ഇങ്ങനെ ധാരാളമായിട്ട് ഉണ്ടാക്കിയിട്ട് മാർക്കറ്റിലേക്ക് ഇങ്ങനെ ഇറക്കും. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു പ്രോപ്പർ എഡ്യൂക്കേഷൻ വാങ്ങുന്ന ആളുകൾ, കസ്റ്റമറിനും ഉണ്ടാവില്ല, ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്കും ഉണ്ടാവില്ല. ഏതെങ്കിലും പണിക്കാരനെ വിളിച്ചിട്ട് അതെ ചിലപ്പോൾ ഒരു പെയിന്ററെ കൊണ്ടായിരിക്കും ഇത് ചെയ്യിപ്പിക്കുക. പക്ഷെ ഇതിനെ ഒരു ശരിക്കും അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. ഷോപ്പിൽ വാങ്ങാൻ കിട്ടും, അത് വാങ്ങുക, ഒന്ന് അടിച്ചിടുക. അപ്പോൾ നമ്മൾ ചെയ്തത് ഇപ്പോൾ നമ്മളിപ്പോൾ കമ്പനി ഒരു റീബ്രാൻഡിങ് ഒക്കെ ചെയ്തിരുന്നു. ഒരു 5 വർഷത്തോളമായിട്ട് ആ ഒരു പ്രൊസീജിയറിലാണ് നമ്മളുണ്ടായിരുന്നത്. അപ്പോൾ ഈ സമയം അത്രയും, ഈ 5 വർഷം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഒരു കടയിൽ കൊണ്ടുപോയിട്ട് കുറേ സാധനം ഡംപ് ചെയ്തിട്ട് ആൾക്കാർ വാങ്ങി ഉപയോഗിക്കട്ടെ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചെയ്തിട്ടില്ല. നേരെ മറിച്ച് നമ്മൾ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ അതിൻ്റെ കൃത്യമായൊരു എഡ്യൂക്കേഷൻ നമ്മൾ കൊടുത്തു, ആളുകൾക്ക് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള പ്രോപ്പർ അതിൻ്റെ വഴി കമ്പനിയെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതിനപ്പുറം സോഷ്യൽ അവയർനെസ് ഉണ്ടാക്കുക. ആ ഒരു കമ്പനിയുടെ പേര് പറയുന്നതിന് പ്രശ്നമില്ല. അതെ, അങ്ങനെ ഒരു പ്രൊമോഷൻ നമ്മൾ ചെയ്യേണ്ടതില്ല എന്നുള്ള നിലക്കാണ്. പക്ഷേ ഇതൊരു അവയർനെസ് മൊത്തത്തിൽ ഈ വാട്ടർ പ്രൂഫിങ് എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് ഉണ്ടാക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് ഭംഗിയായിട്ട് ചെയ്ത് കൊണ്ടുകൊണ്ട് എഫക്റ്റീവ് ആവുന്ന അർത്ഥം. അതെ, അപ്പോഴാണ് അത് എഫക്റ്റീവ് ആവുള്ളൂ. ചിലപ്പോൾ മെറ്റീരിയൽ ഭയങ്കര ഹൈ ക്വാളിറ്റി ആയിരിക്കും, പക്ഷേ ഉപയോഗിക്കേണ്ട രീതിയിലെല്ലാം ഉപയോഗിച്ചെങ്കിൽ ഫെയിലിയർ ആകും. അപ്പോൾ അത് കൃത്യമായിട്ട് വലിയൊരു ഏരിയ ആണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇനിയിപ്പോൾ അതിനേക്കാൾ കൂടുതൽ എനിക്ക് വ്യക്തിപരമായിട്ട് മറ്റൊരു ചോദ്യം ചെയ്യും. ഇപ്പോൾ ഒരു എഞ്ചിനീയർ ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പുതുതലമുറക്കും അതുപോലെ തന്നെ ഒരു പുതിയ കണ്ടൻറ്റ് ആളുകൾ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു കമ്പനിയിൽ സജീവ സാന്നിധ്യമാകേണ്ട ഒരു വ്യക്തി, ഒരു എഞ്ചിനീയർ പോസ്റ്റിൽ നിൽക്കുന്ന ഒരാൾ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു ഖത്തീബാണ്, ഒരു മോട്ടിവേറ്ററാണ്. ആളുകൾ ക്ലാസ്സിൽ എന്താണ് ഇതിലേക്ക്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ആളുകളോട് പറയാൻ? അൽഹംദുലില്ലാഹ്, പറഞ്ഞ പോലെ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ 16ാമത്തെ വയസ്സിൽ ഖുതുബ തുടങ്ങി. അത് യാദൃശ്ചികമായിട്ട് സംഭവിച്ചാണ്. എനിക്ക് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. ഒരു നമ്മളിങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെ നമ്മുടെ പ്രഭാഷകന്മാരുടെ ഉസ്താദുമാരുടെയൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ആവേശം ഉണ്ടാകുമല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് ഇങ്ങനെ അതുപോലെ ആകണം, ഇതുപോലെ ആകണം. പലപ്പോഴും ഇങ്ങനെ പേരിൻ്റെ ഒപ്പം സലഫിന്ന് ചേർത്തിട്ട് ഒക്കെ നമ്മളിങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു അനുഭവമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു താല്പര്യം, ആഗ്രഹം ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ തന്നെ. ഈ ഞാൻ +1 പഠിക്കുന്ന സമയത്ത് നാട്ടിൽ തന്നെയാണ്, സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ഒരു ആഴ്ച വെള്ളിയാഴ്ച ഖത്തീബിനെ കിട്ടിയിട്ടില്ല. അപ്പോൾ പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെ അവസാനം എന്നോട് പറഞ്ഞു ഈ കയറണം എന്ന് പറഞ്ഞു. വേറൊരു മാർഗ്ഗമില്ല. അപ്പോൾ എന്തോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കൊണ്ട് ഖത്തീബ് ഇല്ല. അപ്പോൾ ഈ ആഴ്ച ഒരു രക്ഷയില്ല, എനിക്ക് എന്തായാലും കയറേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് നേരത്തെ ചട്ടം കെട്ടി. ഞാൻ സ്കൂളിൽ നിന്ന് കുറച്ചൊരു ബേജാറൊക്കെ ഉണ്ട്. സ്കൂളിൽ നിന്ന് ഇങ്ങനെ യൂണിഫോമിലാണ് വരുന്നത്. നീല ഷർട്ടും കരിനീല പാൻറ്റൊക്കെ ഇട്ടിട്ട് വന്നിട്ടാണ് മെമ്പർമേക്ക് കയറുന്നത്. അങ്ങനെ ആകെ സൈക്കിളൊക്കെ ചവിട്ടി വന്നിട്ട് ആകെ വേർത്ത് അങ്ങനെ വിറച്ചിട്ടാണ് പറഞ്ഞു തുടങ്ങിയത്. ശരിക്കും പറയാൻ ഞാൻ ക്ലോക്കിലേക്ക് നോക്കണം, സമയം പാലിക്കണമല്ലോ. ക്ലോക്കിൽ നോക്കുമ്പോൾ എനിക്ക് കഴിയണില്ല, കാണാൻ പറ്റണില്ല. കാരണം കണ്ണിലൊക്കെ ഒരു പുക കയറിക്കണം. ആദ്യത്തെ ഖുതുബ ഞാൻ അന്ന് മൊത്തം 2 ഖുതുബ കൂടിയിട്ട് 50 മിനിറ്റോളം പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് സമയം ശരിക്കും കാണാൻ പറ്റണില്ല, എനിക്കത് പ്രോസസ്സ് ചെയ്യാൻ പറ്റണില്ല. പക്ഷെ അൽഹംദുലില്ലാഹ് അത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. അതിന് ശേഷം എന്ത് ചെയ്തു,
നമ്മൾ തുടർച്ചയായിട്ട് ഒരു 3-4 ആഴ്ചകളോളം അന്ന് നാട്ടിൽ ഈ പറഞ്ഞ പോലെ ഖത്തീബിൻ്റെ ഒരു പ്രശ്നം കാരണം പറഞ്ഞു. അതൊരു വലിയ അനുഭവമായി. പിന്നെ അതിൻ്റെ ശേഷം തുടർന്ന് ഇപ്പോൾ സ്ഥിരമായിട്ട് താനി ചെലൂര് സലഫി മസ്ജിദിൽ നമ്മൾ ഭൗതിക ഖത്തീബ് കൂടെയാണ്. നല്ലൊരു ഫീൽഡിൽ ഭൗതികമായിട്ട് പ്രവർത്തിക്കുന്നതിന് നമുക്ക് കുറേ കാര്യങ്ങൾ പുതിയ പഠിക്കാനും ഒക്കെ അതെ നമ്മൾ പഠിക്കണമല്ലോ, നിർബന്ധമായിട്ടും പഠിക്കേണ്ട സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിനൊരു ടൈം കണ്ടെത്തി നമുക്ക് പഠിക്കാനുള്ളൊരു അവസരം കൂടിയാണ് യഥാർത്ഥത്തിൽ. അതുപോലെ തന്നെ അവസരം കിട്ടുമ്പോൾ അതൊരു വലിയൊരു പാഠമാണ്. മാത്രമല്ല നമ്മളെ സംഘടന രംഗത്തും ദീനി രംഗത്തൊക്കെ സജീവ സാന്നിധ്യമായിക്കൊണ്ട് പോകുന്നുള്ളത് ശരിക്കും അതാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഒരു ബർക്കത്ത് നൽകണം. മറ്റേ പലപ്പോഴും ഇത് മാത്രമായിട്ട് പോകുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിംഗ്, ആ ഒരു സുഖം സമയം കിട്ടൂല. എത്ര സമയം തിരക്ക് കുറെ ഉണ്ടാവും, പക്ഷെ എന്ത് ചെയ്യൂല, നമുക്ക് ഒന്നും തികയൂല. അതെ അതെ. പക്ഷെ ഇത് അൽഹംദുലില്ലാഹ് നമുക്കൊരു റാഹത്തുള്ള അതൊരു വലിയ സന്ദേശം. സമയം ഏകദേശം കുറേ ആളുകൾക്ക് അധ്യാപകൻ അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടയിൽ നിന്ന് ഞാനിപ്പോൾ അതിന് പോരാൻ കഴിയാണ്. അതൊരു വലിയ സന്ദേശമാണ്. അള്ളാഹു എല്ലാ കാര്യത്തിലും ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. കുടുംബത്തിനും ആ ഒരു ബർക്കത്ത് അള്ളാഹു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പീസ് റേഡിയോയുടെ ശ്രോതാക്കൾക്ക് ഇങ്ങനെ ഒരു സന്ദേശം കൈമാറിയതിൽ സന്തോഷം. ഇനിയും ഇൻഷാ അല്ലാഹ് മറ്റൊരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് കണ്ടുമുട്ടേണ്ടതുണ്ട്. നന്ദി അറിയിക്കുന്നു. അസ്ഹർ ചാലിശ്ശേരിക്ക് പ്രത്യേകിച്ച് പീസ് റേഡിയോയുടെ ഭാഗം നന്ദി അറിയിക്കേണ്ടതില്ല എങ്കിലും നമ്മളൊരു ഒരു ഔപചാരികത എന്ന നിലയ്ക്ക് നന്ദി അറിയിക്കുകയാണ്.